ഈ അടുത്ത കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ശ്രീ സന്തോഷ് പണ്ഡിറ്റിൻ്റെത്. താങ്കൾ ഉൾപ്പെടെ മലയാള സിനിമയിലെ ഒരുപാട് സംസാരിച്ച ഒരു വിഷയമാണത്. എങ്കിലും താങ്കൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തെ വിളിച്ച നേരിട്ട് ഈ അഭിനന്ദനം അറിയിക്കുകയും ഒക്കെ ചെയ്തു എന്ന് അദ്ദേഹം തന്നെ ഈ ശ്രീ സന്തോഷ് പണ്ഡിറ്റ് തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ സിനിമ ഞാൻ കണ്ടിട്ടില്ല. അതൊന്നാമത്തെ കേസ്. ഞാൻ സിനിമ കണ്ട അല്ല അഭിനന്ദിച്ചത്. ഞാൻ അദ്ദേഹം ചെയ്ത ആ ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യത്തിനാണ് ഞാൻ അഭിനന്ദിച്ചത്. കാരണം ഇവിടെ പലരും ഒരു സിനിമ എടുക്കാതെ കഷ്ടപ്പെടുന്നു, എത്ര എണ്ണം തെറ്റിയിരിക്കുന്നു. ഇത് സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത ആളത് പഠിച്ച് സ്വന്തം കയ്യിൽ കാശ് മുടക്കി. അതാണ് എനിക്ക് കിട്ടുന്നത്. സ്വന്തം കയ്യിൽ കാശ് മുടക്കി ഒരാളെ വിളിച്ചിട്ട് പറ്റിക്കാതെ, സാധാരണ ഗൾഫ് മലയാളികളെ പറ്റിക്കണത്. ഒന്നും അറിയാൻ പാടില്ല. എത്ര പേര് ഞാൻ കണ്ടു പറയും പാവം ഗൾഫ് മലയാളിയെ പറ്റി. ഇതായത് സ്വന്തം പൈസ, അതിലാണ് പൈസ എടുത്താലും ഇറക്കാം. അയാളുടെ ആഗ്രഹം അയാളുടെ പൈസ കൊണ്ട് എടുക്കാം. അത് ഏതൊരു ഇന്ത്യൻ പൗരനും അവകാശമുണ്ട്. പിന്നെ സന്തോഷ് പണ്ഡിറ്റിനെ അബ്നോർമൽ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. അതെ. ഈ നോർമൽ ഞാൻ ആലോചിച്ചു, ഈ നോർമലായ ഞാനെന്താണ് സിനിമയ്ക്ക് വേണ്ടി ചെയ്തേക്കണത്? ഒരു സിനിമ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ഈ സന്തോഷ് പണ്ഡിറ്റിനേക്കാൾ മോശ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിനേക്കാൾ മോശം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 2 or 3 സിനിമയിലെങ്കിലും ഞാൻ അഭിനയിച്ചതാണ്, മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും. അപ്പൊ എനിക്കെന്താ അവകാശം കുറ്റം പറയാനായിട്ട്? നമ്മുടെ കേരളത്തിൽ എന്ന് വെച്ചാല് ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് കൂടി ഒരാൾ തുണി ഇല്ലാതെ ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞാല് നമ്മൾ ഭാര്യ മക്കളെല്ലാം കയറ്റി ഒരാൾ തുണിയാൻ ഡാൻസ് കളിക്കുന്നത് അയാളുടെ ഡാൻസ് കളി കഴിയുന്നവരെ അവിടെ ചെല്ലും. 5 കിലോമീറ്റർ നടന്ന ഓടി ചെന്ന് കഴിഞ്ഞിട്ട് പറയും, എന്താ സദ്യമാണികൾ കാണിച്ചിക്കൂട്ട്, ഇതൊക്കെ എന്താ ആഭാസമാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് വിടും. ഇയാളുടെ വീട്ടിലിരുന്നാ പോരെ, അത് അവർ നോക്കിക്കോളും. ബാക്കിയുള്ളവർ നോക്കിക്കോളും. ഇവിടെ ഉണ്ട് പോലീസിന്റെ, അവർ നോക്കിക്കോളും. ഈ സന്തോഷിന്റെ പണ്ഡിറ്റിന്റെ പടം കാണാൻ പോകുന്നത് പതേർപ്പാഞ്ചേരി കാണാൻ പോകുന്നില്ല. ഈ യൂട്യൂബിലൊക്കെ എത്രയോ നാളായി ഇയാളുടെ ആട് വന്നൊരു ട്രെയിലർ വന്നിട്ട് അപ്പൊ അറിയാലോ നമുക്ക് ഇത് ഈ പറയുന്നതായിരിക്കും അറിയാം. ആ ഡാൻസ് കാണുമ്പോൾ അറിയാം. എല്ലാ ഇതൊരു വിശ്വോത്തര സിനിമ എല്ലാം കാണാൻ പോകുന്നുള്ളൂ. അന്നത്തെ അയാളത്തെ ഒരു വിളിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇതൊരു നല്ല പടം കാണാനല്ല നമ്മൾ പോയിരിക്കുന്നതെന്ന് നമുക്കറിയാം. എന്നിട്ട് ചെന്നിരുന്ന് അവരെ കൂവാന്ന്, പിന്നെ അയാൾ തല്ലാൻ വിളിക്കുക, തെറി വിളിക്കുക. അതിനെയാണ് മാനസിക രോഗം എന്ന് വിളിക്കേണ്ടത്, അല്ലേ? ഇപ്പൊ അദ്ദേഹത്തിന്റെ ഈ ശ്രീ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ബുദ്ധിമാനാണ്, അദ്ദേഹം എന്തോ ഒരു ഭാഗ്യത്തിന് ശ്രദ്ധിക്കപ്പെട്ടു, ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? അദ്ദേഹം ഇപ്പോൾ നേടിയിരിക്കുന്ന ഈ ഒരു പ്രശസ്തി അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് തന്നെയാണോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ബുദ്ധിമാനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണോ താങ്കൾ പറയുന്നത്? എനിക്കതിന്റെ രഹസ്യം ഇതുവരെ എന്താണെന്ന് പറഞ്ഞു ഞാൻ ആ രഹസ്യം പോയിട്ടില്ല. ഇങ്ങനെ ചലനങ്ങൾ നടത്തുന്ന അയാളെ വിളിച്ചെത്തിയാണ് ആ ധൈര്യത്തിന്, അയാളെ സ്വന്തം പൈസ മുടക്കുന്ന ധൈര്യത്തിന് അതും ചെയ്യണേ. അത് സത്യമാണ്. അത് അത്തരം സേവനങ്ങൾ കുറവാണ് ഇവിടെ. സ്വന്തം കയ്യിലെ പൈസ കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തുന്ന ആൾക്കാർ വളരെ കുറവാണ്. കടക്കാരെ പറ്റിച്ചിട്ടാണ് ഒരു പരീക്ഷണം നടത്താൻ ശ്രമിക്കുന്നത്. ഏത് ഇവിടെ വരുന്ന ഗൾഫ് ഫ്രണ്ട്സിനോടൊക്കെ അവർ സിനിമ പിടിക്കാമെന്ന് ചോദിച്ചാൽ അവരുടെ പൈസയിൽ നിന്നാണ് ഇവരുടെ പരീക്ഷണം നടത്തുന്നത്. ആ സമയത്ത് ഞാൻ എനിക്കൊന്ന് അഭിനന്ദിക്കണമെന്ന് തോന്നി, അതിന്റെ പേരിലാണ് അഭിനന്ദിച്ചു. ഇനി അയാളെ വിശദമായിട്ടൊക്കെ പഠിക്കാൻ ഞാൻ ആളല്ല. എനിക്ക് എന്റെ കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അപ്പൊ ആദ്യം അതും ചെയ്യട്ടെ, ആദ്യം ചെയ്യാൻ സന്തോഷം പണ്ഡിറ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ സലിമേട്ട, ഇത് ഞങ്ങളുടെ ഈ ഇന്റർവ്യൂവിൽ അവസാനത്തെ ചോദ്യമാണ്. താങ്കൾ ഇന്റർനെറ്റിനെ കുറിച്ചും ഫേസ്ബുക്ക്, ട്വിറ്റർ, പിന്നെ ഞങ്ങളുടെ സ്നേഹസല്ലവം.com ഇതുപോലുള്ള ഫോറങ്ങളെ കുറിച്ചുമൊക്കെ ബോധവാനാണോ? ഇതിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? എന്താണ് അത് മലയാള സിനിമയ്ക്ക് വേണ്ടി ഈ ഇന്റർനെറ്റ് സൈറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് താങ്കൾ കരുതുന്നത്? അതിന്റെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. അങ്ങനെ എത്രയോ നാളുകളായി ജനങ്ങൾ അറിയാൻ ഇന്റർനെറ്റും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന ആൾ എന്നേ ഈ സന്തോഷ് പണ്ഡിറ്റായിട്ട് അറിയാം. സന്തോഷ് പണ്ഡിറ്റിനെ അവരുടെ കൂടിയാണ് ഈ ചിത്രം ഇത്രക്ക് പോപ്പുലറാക്കിയത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണന്റെ ആദ്യം എന്ന പടം. താങ്കൾക്ക് ഇന്റർനെറ്റില് ഫേസ്ബുക്ക് അക്കൗണ്ടോ ട്വിറ്റർ അക്കൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവണമെന്ന് തോന്നിയിട്ടില്ല? എങ്ങനെ? ഇന്റർനെറ്റില്
ഫേസ്ബുക്കിൽ അക്കൗണ്ടോ അല്ലെങ്കിൽ ട്വിറ്റർ എന്ന് പറയുന്ന ഇതിൽ അക്കൗണ്ടോ ഒക്കെ വേണമെന്നോ അല്ലെങ്കിൽ അതൊക്കെ നോക്കണമെന്നോ ഒക്കെ തോന്നിയിട്ടില്ല? അല്ല, ഞാൻ ഫേസ്ബുക്കിൽ ഓൾറെഡി ഉണ്ടല്ലോ, ട്വിറ്റർ ഒന്നും എനിക്കില്ല. ഓക്കെ, ഫേസ്ബുക്കിൽ ഓൾറെഡി ഉണ്ട് ഞാൻ. സലിമേട്ടൻ തന്നെയാണോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതെ അതെ, ഒരു 10 സലിംകുമാറുണ്ട്. ആ 10 അവസാനം കിട്ടും സലിംകുമാർ ഞാൻ തന്നെയാണ്. വെറും സലിംകുമാറിന് ഞാൻ. ചേട്ടൻ അത് റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യാറും മറ്റുമൊക്കെ ഉണ്ടോ? എന്തോ ചേട്ടൻ അത് റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യും മറ്റൊക്കെ? റെഗുലറായിട്ട് എനിക്ക് ലാപ്ടോപ്പ് ഉണ്ട്. ലാപ്ടോപ്പിൽ ഞാൻ ചോദ്യങ്ങൾ നോക്കാറുണ്ട്. എന്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഇപ്പൊ ദുബായിലും ഇത് നിങ്ങൾ ദുബായിലല്ലേ? അതെ അതെ. ദുബായിൽ സാജ അലൂമിനിയം ഗ്ലോബൽ അസോസിയേഷൻ എന്റെ കൂടെ പഠിക്കുന്ന പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന ആളുകളുടെ ഒരു ഇതുണ്ട് അതില്. അതെ. അപ്പൊ ഞങ്ങളായിട്ട് ഡെയിലി ഗ്രൂപ്പ് ചാറ്റിംഗ് നടത്താറുണ്ട്, പഴയ സുഹൃത്തുക്കൾ ഒരുമിച്ച്. ഓക്കെ, ഞാൻ താങ്കളെ ഞങ്ങളുടെ ഫോറത്തിലേക്കും ക്ഷണിക്കുകയാണ്. സിനിമയുടെ ആദ്യത്തെ യഥാർത്ഥ ചിത്രങ്ങൾ, അതായത് റിവ്യൂകളും അഭിപ്രായങ്ങളും ഒക്കെ അറിയാൻ അത് വളരെയധികം സഹായിക്കും. പിന്നെ ഫാൻസുമായി നേരിട്ട് സംവദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് സ്നേഹസല്ലാപം.com. അതിലേക്കും താങ്കളെ ക്ഷണിക്കുകയാണ്. സമയം ലഭിക്കുമ്പോൾ ഒന്ന് അവിടെ സന്ദർശിച്ചാൽ ഞങ്ങളും വളരെയധികം സന്തോഷം. തീർച്ചയായിട്ടും ചെയ്യാം സാർ. അപ്പോൾ സാർ, അതോടുകൂടി ഞങ്ങളുടെ ചോദ്യങ്ങളെല്ലാം കഴിയുകയാണ്. ഇത്രയും ക്ഷമയോടെ ഇത്രയും രസകരമായി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് എന്റെ പേരിലും സ്നേഹസല്ലാപം.comലെ എല്ലാ അംഗങ്ങളുടെ പേരിലും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ആദമിന്റെ മകൻ അബു കണ്ടു, ഞങ്ങൾ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി. ഒത്തിരി അതിനു വേണ്ടിയിട്ട് ഇന്റർനെറ്റിൽ ഞങ്ങൾ പ്രൊമോഷൻസ് നടത്തിയിരുന്നു. അതുപോലെ ഇനി വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾക്കും എല്ലാ ഭാവങ്ങളും ആശംസകളും നേരുന്നു. നന്ദി സാർ. താങ്ക് യു. അപ്പോൾ തിരിച്ചും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച്.